വികസനം വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടപ്പോൾ ക്രെഡിറ്റ് വിട്ടുകളയാൻ മുന്നണികൾ തയ്യാറല്ല. ഇ.കെ. നയനാരിൽ തുടങ്ങി പിണറായി വിജയനിൽ വന്നു നിൽക്കുന്നു വിഴിഞ്ഞം തുറമുഖത്തിന് LDF നൽകുന്ന ക്രെഡിറ്റ്. നായനാരുടെ കാലത്താണ് ഇത് യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. ചൈന ബന്ധമുള്ള കമ്പനിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോയതാണ്. അപ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കാതിരുന്നത്. നന്ദി മോദി എന്ന BJP ഫ്ലെക്സിനെ P. രാജീവ് പരിഹസിച്ചു. അവര് അവകാശവാദം വയ്ക്ക് നമുക്ക് തരേണ്ട പൈസ ഇങ്ങ് തന്നാൽ കുറച്ചെങ്കിലും ഞങ്ങൾ ഇത് കൊടുത്തിരിക്കുന്നു ഉദ്ഘാടനത്തിന് മുമ്പ് എന്ന് പറയാൻ കഴിയുമായിരുന്നു. അതായിരിക്കും കുറെ കൂടി നല്ലത്. വിഴിഞ്ഞം പദ്ധതിയുടെ എല്ലാ ക്രെഡിറ്റും ഉമ്മൻചാണ്ടിക്കാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ചു. ചരിത്രം പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും കെ കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും പേര് ഇതിൽ നിന്ന് മാറ്റിക്കളയാൻ സാധ്യമല്ല. ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണിത്. അതിനെ ലാളിച്ച് വളർത്തി എന്നുള്ളത് മാത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അവകാശപ്പെടാൻ കഴിയുന്നത്. പ്രധാനമന്ത്രിക്ക് പറ്റിയ കൂട്ടാണ് മുഖ്യമന്ത്രി എന്ന് കെ. മുരളീധരന്റെ പരിഹാസം. ഈനാമ്പേച്ചിക്ക് കൂട്ട് മരപ്പെട്ടി എന്ന് പറഞ്ഞ പോലെ പ്രധാനമന്ത്രിക്ക് പറ്റിയ മുഖ്യമന്ത്രി. എനിക്ക് തോന്നുന്നു ഇത്രയും കോമ്പിനേഷൻ BJPക്ക് പോലും ഒരു സ്റ്റേറ്റിലും കിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ പങ്ക് നിഷേധിക്കേണ്ടതില്ലെന്ന് വി. മുരളീധരൻ. അന്നത്തെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടി ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച ഒരാൾ തന്നെയാണ്. അത് നമ്മൾ നിഷേധിക്കുന്നതിൽ കാര്യമില്ല. അന്ന് എതിർത്ത ആളുകൾ ഇപ്പോൾ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ നേട്ടം. ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യം അർപ്പിച്ച് പ്രകടനം. സർക്കാർ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് പരിപാടിയിൽ പങ്കെടുക്കാത്ത പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിയമസഭയിൽ ഉമ്മൻചാണ്ടി നടത്തിയ പ്രസംഗം ഫേസ്ബുക്കിൽ പങ്കുവച്ചു. ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കിയിരിക്കും, യാതൊരു സംശയവും വേണ്ട. സമൂഹ മാധ്യമങ്ങളിലും പോരു തുടർന്നു. വേദിയിലിരുന്ന രാജീവ് ചന്ദ്രശേഖരെ സദസ്സിലിരുന്ന് മുഹമ്മദ് റിയാസ് പരിഹസിച്ച് പോസ്റ്റിട്ടു. പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മറുപടി: നിങ്ങളുടെ 4ാം വാർഷികത്തിന് മുന്നണി കൺവീനർ സ്റ്റേജിലുണ്ടാകുന്നത് സ്വാഭാവികമല്ലേ എന്ന് ചോദ്യം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.